ഹായ്. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, സൗണ്ട് തീരില്ല. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടുന്നില്ല ഞങ്ങൾ. എനിക്ക് തീരെ വയ്യ, പനിയും തൊണ്ടവേദനയും തലവേദനയും, അങ്ങനെ എണീക്കാൻ വയ്യ. അപ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗണ്ട് ക്ലിയർ, ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, കാരണം വയ്യ, എണീക്കാൻ വയ്യ. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാത്ത കാരണം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അനന്തുമോൻ്റെ അടുത്ത് തന്നെ കിടക്കണില്ല ഞാൻ, കാരണം അനന്തുമോൻ്റെ അടുത്ത് കിടന്നാൽ അവന് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. നമ്മളെ പോലെ ആരോഗ്യമുള്ള കുട്ടിയല്ലേ, അവന് പെട്ടെന്ന് ബാധിക്കും വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ എങ്ങനെ അവൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ, ഞാൻ മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് അവൻ്റെ അടുത്ത് പോയിട്ട് അവനെ പല്ല് തേപ്പിക്കുന്നതും ടോയ്ലറ്റിൽ കൊണ്ടുവന്നതും കുളിപ്പിക്കുന്നതും. പിന്നെ ഭക്ഷണം ചേച്ചി കൊടുക്കും, ചില സമയത്ത് ഞാൻ തന്നെ കൊടുക്കുക. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടിട്ട് അവൻ്റെ അടുത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ നിങ്ങൾ വീഡിയോ ഇടണ്ടേ, എന്തെങ്കിലും വീഡിയോ അവൻ്റെ അടുത്ത് വെച്ച് അവനും കുട്ടി ഇടാന്ന് വെച്ചാൽ കുട്ടിക്ക് വയ്യാണ്ട് വരുമെന്നൊരു പേടി. അവനാണെങ്കിൽ എക്സാം വരികയാണ് അടുത്ത വ്യാഴാഴ്ച 26-ാം തീയതി. അവൻ്റെ ഒരു പേപ്പർ എഴുതാൻ ബാക്കിയുള്ളത്, കഴിഞ്ഞാൽ അവൻ എഴുതാൻ പറ്റിയില്ല പേപ്പർ. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞിട്ട് പേപ്പറുണ്ട്. അപ്പോൾ ആ പേപ്പർ അവന് എഴുതണം. അടുത്ത വ്യാഴാഴ്ചയാണ് എക്സാം. അതുവരെയെങ്കിലും കൊച്ചിന് അസുഖമൊന്നും വരാതിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പനി ഉണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും നല്ല ചൂട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ ഫാൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് എൻ്റെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ല തലവേദന, മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വയ്യാണ്ട് വന്നാൽ കൊച്ചിൻ്റെ കാര്യം കഷ്ടമാണ്. എനിക്ക് എണീക്കാനോ കിടക്കാനോ ഒന്നും വയ്യ. വീഴ്ച സമയത്ത് മാത്രമേ ഒന്ന് കിടക്കാൻ പറ്റുള്ളൂ, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അത് കാരണം ശരിക്കും വയ്യ. കൊച്ചിന് വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം. വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥനയിൽ നടക്കുന്ന കാര്യമാണോന്നൊന്നും അറിയില്ല. അസുഖത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ എന്താ പറയുക, അടുത്ത ദിവസം പോലെ തലവേദന എടുക്കുന്നതിന് എന്താ നെറ്റിമ കൈ വയ്ക്കണം, തലയിലല്ല കൈ വയ്ക്കണ്ടേന്ന്. തലവേദന എടുക്കുക. ഇപ്പോൾ 2 ദിവസം വയ്യ, വീഡിയോ ഉണ്ടാവില്ല, ഷോർട്ടും ചെയ്യാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥനയും മരുന്ന് കഴിക്കലും കൂടി ആകുമ്പോൾ പെട്ടെന്നൊന്നും മാറുന്നു. അത് നമുക്കെല്ലാവർക്കും ഒരു ഈശ്വരവിശ്വാസമുള്ളത് കൊണ്ട് തന്നെ കുറേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഡോക്ടറെ കാണാൻ മരുന്ന് കഴിക്കുക എന്നുള്ളത്. ബാക്കി പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ കാര്യം വിഷമം, എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയാകെ ടെൻഷനിലാവും. ഇപ്പോഴേ സങ്കടത്തിലാണ് ഞാൻ അടുത്ത് കിടക്കാത്തതിനൊക്കെ. അടുത്ത് കിടന്നു കഴിഞ്ഞാൽ പാവം അതിന് എത്രയും പെട്ടെന്ന് കിട്ടി. നല്ല പ്രതികരണശേഷി എന്നല്ല, രോഗപ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ ആ പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് തന്നെ അയലൊക്കത്തെ ആർക്കെങ്കിലും ഉണ്ടായാൽ മതി അവന് ഓടി കിട്ടും. അതുകൊണ്ടാണ് അവൻ്റെ അടുത്ത് കിടക്കാത്തത്. എന്ന് വെച്ചാൽ അവൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാനും പറ്റില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ പോകണം. അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ അടുത്തിന് ഇഷ്ടമുള്ളവർ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനിയും ഞങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നന്ദി എല്ലാവർക്കും.